ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ബൈക്കർ എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ചാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഫ്രം തെലുങ്കു ഇൻഡസ്ട്രി ഈ വർഷം ഇറങ്ങിയത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിരുന്നു ഗൈസ് ബൈക്കർ എന്ന് പറഞ്ഞാൽ. ലിറ്ററലി വാസ് കിഡിലം പീക്ക് പടമായിരുന്നു ഗൈസ്. ഞാൻ OTT ആണ് ഗൈസ് കണ്ടത്. നമ്മുടെ ഇവിടെ ഒന്നും റിലീസില്ലായിരുന്നു ബൈക്കർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന നമ്മുടെ UV ക്രിയേഷൻസും ഡയറക്റ്റ് ചെയ്തേക്കുന്ന അഭിലാഷ് റെഡ്ഡിക്കനും. ആൻഡ് പുള്ളിയെക്കുറിച്ച്, ഈ ഡയറക്ടറിനെ കുറിച്ച് ഞാൻ നോക്കിയത് അഭിലാഷ് റെഡ്ഡിക്കനെന്ന് വെച്ചാൽ, പുള്ളിയെക്കുറിച്ച് നോക്കിയപ്പോഴത്തേക്കും പുള്ളി വലിയ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആകെ എനിക്ക് മാ നാന സൂപ്പർ ഹീറോ നമ്മൾ കാണാത്ത പക്ക തെലുങ്കു പടങ്ങൾ മാത്രം, പിന്നെ 2 TV സീരീസും ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനത്തെ 2 സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. 3 സംഭവമാണ് പുള്ളിയുടെ രണ്ടാമത്തെ ഡയറക്ടോറിയലാണ് ഗൈസ് ബൈക്കർ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ തുടക്കം തന്നെ കിടിലമാണ് ഗൈസ്. പേരെഴുതി കാണിക്കുന്നത് തന്നെ കിടിലമായിട്ടാണ് എഴുതി കാണിക്കുന്നത്. ഒരു തുടക്കം ഇങ്ങനെ ഒരു മലയുടെ അവിടെ നിന്ന് ഒരു ഡ്രോൺ ഷോട്ട് പോലെ കിടിലമായിരുന്നു ഗൈസ്. സത്യം പറയാം, UV ക്രിയേഷൻസ് ചെയ്യുന്ന എല്ലാ സത്യം പറഞ്ഞ പടങ്ങളും കിടിലമായിരിക്കും ഗൈസ്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് എടുത്തു പറയണം, ഗിബ്രാനാണ് ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാഹോടെയൊക്കെ മ്യൂസിക് ചെയ്ത പുള്ളിയുടെ മ്യൂസിക്. ആൻഡ് ഇതിൻ്റെ അകത്ത് നായകൻ വരുമ്പോഴത്തേക്കുള്ള ഒരു ഇൻട്രോ മ്യൂസിക് ആയിക്കോട്ടെ, ഒരു പാസ്റ്റ് കാണിക്കുമ്പോൾ പുള്ളിക്കൊരു കിട്ടിലെ ഒരു ഇൻട്രോ വേർഷൻ ഉണ്ട് ഗൈസ്. കിട്ടിലായിട്ടുള്ള മ്യൂസിക്കാണ്. ഇതിൻ്റെ ആക്ഷൻ സീൻസിലും ഇതിൻ്റെ ബൈക്ക് സ്റ്റൺസിലൊക്കെ ആ ഒരു സമയത്തുള്ള ആക്ഷൻ സീൻസിലും കിട്ടിലായിട്ട് സ്റ്റണ്ടിൻ്റെ സമയത്തുള്ള മ്യൂസിക്കൊക്കെ കിട്ടിലായിട്ട് ഗിബ്രാൻ ചെയ്തിട്ടുണ്ട്. ഗിബ്രാനെയൊക്കെ എടുത്തു പറയണം ഗൈസ്. ആൻഡ് ഇതിൻ്റെ കൊറിയോഗ്രഫി, ആ ബൈക്ക് കൊറിയോഗ്രഫി കിട്ടില്ല ഗൈസ്. ആൻഡ് ഇതിൻ്റെ എന്തു പറയുന്ന ക്യാമറ വർക്കൊക്കെ കിടിലായിരുന്നു ഗീസ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മുടെ നായകനായിട്ട് വരുന്നത് ഷർവാന്ത് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഗീസ്. അത് നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ഷർവാന്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. പുള്ളി ഈ പടത്തിന് വേണ്ടി നല്ല ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഗീസ്. പുള്ളിയുടെ ഒരു പഴയ ഫോട്ടോ ഞാൻ രണരംഗം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ ഇവിടെ കാണിക്കാം ഗീസ്. ആ പോസ്റ്ററും നിങ്ങൾ ഈ ബൈക്കറിൻ്റെ അകത്തുള്ള പുള്ളിയുടെ പോസ്റ്ററിനെ നിങ്ങൾ ആലോചിക്കണം. രണരംഗം എന്ന് പറഞ്ഞ പടം 2019 ഇറങ്ങിയതാണ്. ബൈക്കർ 2026. പുള്ളിയുടെ ഒരു വ്യത്യാസം നോക്കണം ഗീസ്. പുള്ളി എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണം. ലിറ്ററലി ഭയങ്കര ചാർമിങ് ആയിരുന്നു ഗീസ്. ഷർവാന്നാണ് ഗീസ്. ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ ടൈറ്റിൽ കാർഡ് ഇങ്ങനെ എടുത്ത് കാണിക്കും. അതായത് ഇങ്ങനെ ചാർമിങ് സ്റ്റാർ ഷർവ. അത് എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് പുള്ളിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായും. ഫുള്ള് ഭയങ്കര കില്ലായിരുന്നു ഗീസ് കാണാൻ. ഒരു 10, 26, 25 വയസ്സ്, അതിൽ കൂടുതലൊന്നും പുള്ളി പറയത്തില്ല. അമ്മാതിരി ലുക്ക്, ഒരു പക്ക ഹോളിവുഡ് സ്റ്റൈൽ പടം മീൻസ്. അത് ആക്ഷൻ സീൻസൊക്കെ ഹോളിവുഡ് സ്റ്റൈൽ. അതിൽ കൂടുതലൊന്നും പറയില്ല ഈ പടത്തെക്കുറിച്ച്. അമ്മാതിരി സാധനം. എൻ്റെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ബൈക്കർ കിട്ടിലും പടമാണ് ഗൈസ്. നിങ്ങളൊരു F1 സിനിമ ലവറൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് മോട്ടോർ ക്രോസൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയ പടമാണ് ഗൈസ്. പറ്റുമെങ്കിൽ ഇത്തിരി വലിയ സ്ക്രീനിൽ തന്നെ കാണുക, കിടിലമായിരിക്കും ഗൈസ്. ആക്ഷൻ സീൻസാണ്, അതായത് ബൈക്കിൻ്റെ സ്റ്റണ്ട് സീൻസൊക്കെയാണ്. ബൈക്ക് റേസിൻ്റെ സീൻസ് എല്ലാം കിട്ടിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോഴേ ഞാനൊന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ആ വീഡിയോ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ചെക്ക് ചെയ്യുക, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കിടിൽ പോയിട്ട് അവർ ആ സ്റ്റണ്ട് ആക്ഷൻ സീൻസ്, അതിൻ്റെ മെയിൻ സംഭവങ്ങൾ ആ ബൈക്ക് റേസിൻ്റെ സീൻസാണ്. അതെല്ലാം കിടിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പക്ക നമുക്കൊരു F1 സിനിമയുടെ ക്ലൈമാക്സിൽ കിട്ടിയൊരു അഡ്രിനൽ റഷില്ല, ആ സാധനം ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ കിട്ടും ഗൈസ്. അമ്മാതിരി. അതായത് പടം ഫുള്ളി ഒരു പെർഫെക്റ്റ് പടമെന്നൊന്നുമല്ല ഗൈസ്, അങ്ങനല്ല. അതായത് ഈ പടം ഒരു തെലുങ്ക് പടമാണ്. അതപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്ത് പാട്ടുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസ്ഡ് പടമാണ് ഗൈസ്. ആക്ഷൻസ് ഉണ്ട്, ഫൈറ്റ് സീൻസ് ഉണ്ട്. അതിൻ്റെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇമോഷണൽ കണക്ട്സ് കൊണ്ടുവരാൻ അത് ഫാദറും പുള്ളിയുടെ അച്ഛനും, രാജശേഖരൻ എന്ന് പറഞ്ഞൊരു പഴയ നടനാണ് ഗൈസ് ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി കില്ലുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നായികയായിട്ട് വരുന്ന മാളവിക നായർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. കാണാൻ നല്ല രസമായിരുന്നു ഗൈസ്. ഇപ്പുറത്ത് നല്ല രസമായിരുന്നാണ്. ആൻഡ് ഷർവാന് പുള്ളിക്കാരിയായിട്ടുള്ള കെമിസ്ട്രി കിടിലായിട്ട് വർക്ക് ചെയ്ത്. ആൻഡ് ഇതിൻ്റെ അകത്തൊരു കൊച്ചിറക്കനുണ്ടായിരുന്നു, പുള്ളിയും കില്ലായിരുന്നു ഗൈസ്. അച്ഛൻ മകൻ ബന്ധം, നല്ലൊരു റിലേഷൻഷിപ്പ് രീതി ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ടിപ്പിക്കൽ ഒരു നമുക്ക് ചിലപ്പോഴൊക്കെ പ്രഡിക്റ്റബിളാണ് ഗൈസ് കഥയൊക്കെ, പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല നൈസ് പടമാണ് ഗൈസ്. നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് ഇത്. എനിക്കൊന്ന് പുള്ളി അത്രയും വലിയ ഫേമസ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ പടം വിജയിക്കുക. പുള്ളിക്ക് 42 വയസ്സുണ്ട്. നിങ്ങൾ ഈ പടത്തിൽ പുള്ളിയെ കണ്ട ഒരിക്കലും നിങ്ങൾ പറയത്തില്ല പുള്ളിക്ക് 42 വയസ്സുണ്ടെന്ന്. അമ്മാതിരി ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. ഹ്യൂജ് ഷൗട്ട് ഔട്ട്. പുള്ളിയെ തന്നെ എടുത്തു പറയണം ഗൈസ്. ഷർവാൻ്റെ
കഷ്ടപ്പാടുകൾ ഇതിനകത്ത് കാണാനുണ്ട്. പുള്ളി കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കാണാൻ നല്ല രസമാണ്. പുള്ളി ഇങ്ങനത്തെ കൊമേഴ്ഷ്യലൈസ്ഡ് പടങ്ങളൊക്കെ ചെയ്ത കിഡിലായിരിക്കും. ഈ ഒരു ലുക്കിൽ ഇപ്പോഴും പിടിച്ച കിഡിലായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ബൈക്കർ എന്നാണ് ഗൈസ് പടത്തിൻ്റെ പേര്. നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആണ്. മെയ് 1 ഗൈസ് OTT റിലീസായത്. സോ ഡു ചെക്ക് ഔട്ട്.